നമുക്കിന്ന് അടിപൊളിയൊരു റെസിപ്പി നോക്കാവേ. അപ്പോൾ ഇത് പലപ്പോഴായിട്ട് ഞാൻ തയ്യാറാക്കണമെന്ന് വിചാരിക്കുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ ഈ കല്യാണ വീടുകളിൽ, നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ കല്യാണ വീട്ടിലും അങ്ങനെയൊക്കെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും തലേ ദിവസം നമുക്ക് ഇതായിരിക്കും അവിടുത്തെ ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യലായിട്ട് തരുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴി പാർട്സാണ് എടുത്തിട്ടുണ്ടിരുന്നത്. അപ്പം നമ്മൾ ചിക്കൻ വാങ്ങിക്കുന്ന കടയിൽ പാർട്സ് വേണമെന്ന് പറയുമ്പോഴേക്കും അവർ നമുക്ക് തരുന്നതാണ് ഇങ്ങനെ. അപ്പോൾ അതിൽ ഇപ്പോൾ രണ്ട് സൈസ് വേവാണ്. അപ്പോൾ ഏറ്റവും വേവ് കുറവ് ഇതിൻ്റെ കരളിനും, ഇത് ഈ എടുത്തിരിക്കുന്നതിന് വേവിച്ചിട്ട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി അത് മാത്രം കുക്കറിലിട്ടൊന്ന് 2 വിസിൽ വരെ വേവിച്ചെടുക്കാൻ പോവാം. ബാക്കിയുള്ളതും കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴുകിയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഇത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഒത്തിരി വെള്ളവും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ അത് വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ സൺഫ്ലവർ ആണ് എടുക്കുന്നതെങ്കിൽ അതെടുക്കാം. ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് ഞാനത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 സവാളയാണ് മാക്സിമം നമുക്ക് വേണ്ടത്. ഇതിൽ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ബാക്കി ഒരു 8-10 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി സവാള ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു മധുരം തോന്നിക്കും നമുക്ക്. അതുകൊണ്ട് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കിനി ഇഞ്ചി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ എരിവിന് കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ. അപ്പോൾ ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇടയ്ക്ക്. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ആ സവാളയ്ക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത്രയാണ് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി അധികം ചേർക്കാതെ ഞാൻ കൂടുതലും കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളകും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിന് നമ്മൾ ചിക്കൻ കറിയേക്കാൾ കുറച്ച് എരിവ് കൂടുതലുള്ളതാണ് നല്ലത്. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇനി പൊടികളെല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരും ഈ പൊടികളുടെ എല്ലാം. അതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കരൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി നമ്മൾ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളൊന്ന് വേവുന്നത് വരെ നമുക്കത് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. ഇത് ഒത്തിരി അങ്ങ് കുക്കാവാൻ സമയമൊന്നും എടുക്കത്തില്ല, വളരെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഈ സമയത്തും. അല്ലാതെ നമ്മൾ നന്നായിട്ട് ഇത് വരട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് ഒരു അടപ്പ് വെച്ചിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂടി വയ്ക്കുവാണ്. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്ന് മൂടി തുറന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ അതിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി ഇനി ആ ഒരു വെള്ളത്തിലിരുന്നത് നന്നായിട്ട് കുക്കായി വരും. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു അടപ്പ് വെച്ച് മൂടുക. അങ്ങനെ ഒരു 2-3 വട്ടം ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. ആ സമയം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വേവിച്ച സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊട്ടും വെള്ളം ഇല്ലാതെ തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിനി നല്ലവണ്ണം യോജിപ്പിച്ചിട്ട് എടുക്കാം. രണ്ടും നന്നായിട്ട് കുക്കായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി മൂടി വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യണ്ട. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ആ വെള്ളമൊക്കെ വന്നത് ഒന്ന് വറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിനി ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്ന് എണ്ണയൊന്ന് തെളിയാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. 1 സെക്കൻഡ് കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും ഇത് ബീഫ് വരട്ടിയതാണെന്ന്. അതുപോലെയൊക്കെയാണ് നമ്മൾ വരട്ടിയെടുക്കുന്നതും. ഇനി ഇതാ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവേ. കുറച്ചും കൂടെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില, പുതിനയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്